അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് റിപ്പോർട്ട് ആയിട്ട് കളിക്കുന്ന മ്യൂസിക് ആണ് ഓ സജിനീറ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ ഈ ഒരു മ്യൂസിക്? അപ്പോൾ ഈ ഒരു മ്യൂസിക് വെച്ചിട്ട് നമ്മളൊരു നൈസ് ആയിട്ട് ഒരു ബീച്ച് റിലേറ്റഡ് ആയിട്ട് ഒരു ഫീൽ ഗുഡ് ടൈപ്പിലുള്ള റീലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈസിയായി നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള ഒരു നൈസ് ആയിട്ട് ഒരു ബീച്ച് റിലേറ്റഡ് ആയിട്ട് റീൽ നിങ്ങളുടെ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. കാരണം ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനൽ കൂടുതലായി അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം യൂസ് യൂസറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റീൽ വീഡിയോ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഞാൻ 7 ക്ലിപ്സ് ബീച്ചിൻ്റെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ട് ക്ലിപ്സ് കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണം, അത് ഓരോ വീഡിയോസ് ഓരോരുത്തരാണ്. കാരണം ഇതിൽ ക്ലിപ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അയച്ചാന്നുള്ള അവരുടെ ക്ലിപ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ അവർ തന്നതിന് നല്ലത് നോക്കി ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ക്ലിപ്സ് CapCutലേക്ക് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ബോക്സിൽ റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോന്റെ ആസ്പെക്ട് റേഷ്യോ 9:16 ആസ്പെക്ട് റേഷ്യോ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന റീലിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ 7 വീഡിയോസിൽ നമ്മൾ സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്സിൽ നമ്മൾ ആ മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് ഡ്യൂറേഷൻ കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം നിങ്ങൾ ക്ലിപ്സിന് നിങ്ങൾ സ്ലോമോ ആഡ് ചെയ്തിട്ട് സ്ലോമോ ആഡ് ചെയ്തുമ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഡ്യൂറേഷനിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓരോ വീഡിയോയ്ക്കും എത്ര ഡ്യൂറേഷൻ സെറ്റ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഡ്യൂറേഷൻ നോക്കി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഓരോ ക്ലിപ്സിനും സ്ലോമോ ആഡ് ചെയ്തിട്ട് കറക്റ്റ് ആ ഡ്യൂറേഷനിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനൊരു മ്യൂസിക്കിൻ്റെ ബീറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് കറക്റ്റായിട്ട് വീഡിയോസിൻ്റെ സ്ലോ മോഷൻ അതുപോലെ വീഡിയോസിൻ്റെ ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്ത വീഡിയോസിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ചെറിയൊരു കീ ഫ്രെയിം യൂസ് ചെയ്ത് ചെറിയൊരു സൂമിങ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യണം നോക്കുക, ആ ഒരു വെയിറ്റ് ലൈൻ നമ്മുടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിങ്ങളൊരു കീ ഫ്രെയിം കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ സൂമിങ് ആവേണ്ടത് അവിടേക്ക് നിങ്ങളെ വൈറ്റ് ലൈൻ കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എൻഡിങ്ങിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സൂം കൊടുത്തു, എന്നിട്ട് ഞാൻ ചെറിയൊരു കീ ഫ്രെയിം കൂടി വെച്ചു, ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് സൂമിങ് അവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ കീ ഫ്രെയിം കൊടുക്കണം. നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ സൂമിങ് അവിടെ വെച്ചിട്ട് നിങ്ങൾ കീ ഫ്രെയിം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിലാണ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇതേമാതിരി ഞാൻ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലിപ്സിനും ഒരു സൂമിങ് അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇവിടെ ഒരു സൂമിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ വീഡിയോസിന് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇനി വരുന്നത് നമ്മൾ ഇതിലേക്ക് ഇനി നമ്മളൊരു റെഫറൻസ് ആക്കി വെച്ചുള്ള വീഡിയോസ് പോലെ ചില അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു ഓവർലേയും പിന്നെ ചെറിയൊരു ബ്ലറിങ്ങിൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ചെറിയൊരു വൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ എഫക്റ്റും. അപ്പോൾ ഇത്ര തന്നെയുള്ള അപ്പോൾ ഓവറായിട്ട് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യില്ല. കാരണം ഒരു ഫീൽ ഗുഡ് ടൈപ്പുള്ള ഒരു മ്യൂസിക് ആയതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലറിൽ നിന്ന് ഇങ്ങനെ ബ്ലർ കുറഞ്ഞു വരുന്ന ഒരു എഫക്റ്റാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ അതിനായി താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റിൽ നിങ്ങൾ വീഡിയോ എഫക്റ്റ് പോയിട്ട് അതിൽ നിങ്ങൾക്ക് അവിടെ ബ്ലറി ഫോക്കസ് എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും, ഒരു ബ്ലറിൽ നിന്ന് ഇങ്ങനെ ബ്ലർ ഔട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ മേലെ സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു കാണാതാണ് അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോനെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് പറയുമ്പോൾ നിങ്ങൾ എഫക്റ്റിൻ്റെ ലെയർ നിങ്ങളുടെ വീഡിയോ ഫുള്ളായി ഇടരുത്, കുറച്ച് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട്. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ ഓരോ വീഡിയോയിൽ ഇടയിൽ ആയിട്ട് കാണുന്ന ഒരു വൈറ്റ് ബോക്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതിൽ 3, 4, 5 വൈറ്റ് ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് അവിടെ മേലത്തെ ഓപ്ഷൻസിലെ ബ്ലറിൽ നിങ്ങൾക്ക് അവിടെ സാധാ ഒരു ബ്ലർ എന്ന് മാത്രം എഴുതിയിട്ടുള്ള ഒരു ട്രാൻസിഷൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളൊരു വീഡിയോ കഴിഞ്ഞ അടുത്ത വീഡിയോ വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ചെറിയൊരു ബ്ലറിൽ ഇങ്ങനെ വീഡിയോ വരുന്ന ഒരു ട്രാൻസിഷൻ അവിടെ കിട്ടും. അപ്പോൾ
ഗൈസ് നമ്മൾ ക്ലിപ്സിന് അവിടെ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വേണ്ട ഭാഗത്ത് നമ്മൾ ചെറിയ ബ്ലറിന് ട്രാൻസിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മൾ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലർ വന്നിട്ട് ബ്ലർ ഇല്ലാതാവുന്ന രീതിക്ക്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എൻഡിങ്ങിൽ കൊടുക്കുന്നത് ബ്ലർ ഇല്ലാതെ ഇനി ലാസ്റ്റിന് പോകുമ്പോൾ ബ്ലർ ആയി വരുന്ന ഒരു എഫക്റ്റാണ് ഇനി അടുത്ത് നമ്മൾ ഇനി കൊടുക്കുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താത്ത ടൂൾ ബോക്സിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിട്ട് മേലത്തെ സെർച്ചിൽ നിങ്ങൾ അവിടെ ബ്ലർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് 2-3 ബ്ലർ കിട്ടും. അപ്പോൾ അതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതിലൊന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോൻ്റെ എൻഡിങ്ങിൽ ഇട്ട് കൊടുക്കുക. എന്നാൽ വൈറ്റിൽ നിങ്ങൾ വീഡിയോ ആ ഒരു ബ്ലറിൻ്റെ സ്റ്റാർട്ടിൽ എൻഡിൽ നിങ്ങൾ കീ ഫ്രെയിം കൊടുത്തിട്ട് അതിൽ സ്റ്റാർട്ടിങ്ങത്തെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫുള്ളായിട്ട് മൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ എൻഡ് ആകുമ്പോൾ അങ്ങനെ ബ്ലർ കൂടി വരുന്ന ഒരു എഫക്റ്റ് അവിടെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലാസ്റ്റിംഗ് നമ്മൾ ഒരു ബ്ലർ ആയി വരുന്ന ഒരു എഫക്റ്റോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇനി ചെയ്യുന്നത് ഇതിലേക്ക് ചെറിയൊരു ഫിലിം വേണ്ട ഒരു ഓവർലേ കൊടുക്കലാണ് 2-3 ക്ലിപ്പിൻ്റെ ഇടയിൽ. അപ്പോൾ അതെന്താ ഉണ്ടാവും ചെറിയ ഒരു ലൈറ്റ് എഫക്റ്റ് ഇങ്ങനെ മാറിയിട്ട് ഓരോ വീഡിയോ വരെ നിങ്ങൾ പല റീൽസും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഓവർലേ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ആ ഓവർലേ വീഡിയോ ഡൗൺലോഡ് ചെയ്യലാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്ത ക്ലിപ്സിൻ്റെ 2-5 വൈറ്റ് ബോക്സിൻ്റെ അടിയിലാണ് നമ്മൾ ആ ഓവർലേ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ബോക്സിലെ ഓവർലേ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഓവർലേ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് താഴത്തെ ടൂൾ ബോക്സിലെ സ്പ്ലൈസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ ഫിൽറ്റർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ റൊട്ടേറ്റ് ചെയ്ത് ഫില്ലാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഓവർലേ വീഡിയോന്റെ വോളിയം നിങ്ങൾ ഫുള്ളായിട്ട് മൈനസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്തുള്ള ഓവർലേയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രാൻസ്ഫർ ചെയ്ത് സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഭാഗമാക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ഒരു ഓവർലേ മാത്രമാക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് നമ്മളെ 3-ാമത്തെയും അതുമാതിരി 5-ാമത്തെയും വൈറ്റ് ബോക്സിൻ്റെ അടിയിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി ഒരുപാട് മോഡലായിട്ടുള്ള എഡിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്രാൻസിഷൻ കൊടുത്തിട്ടുള്ളത്, ബ്ലർ ആയിട്ടുള്ള ഷേക്കിലതൊക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള ഒക്കെ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ വീഡിയോ വളരെയധികം ലേഖവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു റീലിക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ഓവർലേ ട്രാൻസിഷനും കൂടി നമ്മളെ വീഡിയോയിലേക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചില റീൽസിൽ കാണുന്നുണ്ടാവും ഒരു വീഡിയോയുടെ താഴ്ഭാഗത്ത് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് നമ്മൾ വീഡിയോയുടെ താഴത്ത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായി നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ ഫുൾ ബ്ലാക്ക് ആയിട്ട് പ്ലെയിൻ ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു പ്ലെയിൻ ഇമേജ് നിങ്ങളുടെ വീഡിയോ തന്നെ ഫില്ലാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ഓവർലേ ആയിട്ടുള്ള പ്ലെയിൻ ഇമേജ് നിങ്ങൾ വീഡിയോന്റെ ഫുൾ ആക്കിയിട്ട് കൊടുക്കുക. അതിന്റെ സ്റ്റാർട്ട് ടു എൻഡ് അതിന്റെ ഡ്യൂറേഷൻ. അതിനുശേഷം താഴത്തെ ടൂൾ ബോക്സിലെ മാസ്ക് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ 1-ാമത്തെ സ്പ്ലിറ്റ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ഇൻവേർട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ സെന്ററിൽ കാണിക്കുന്ന നേരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഭാഗം നിങ്ങൾക്ക് ഒരു ഫെയ്ഡ് ആയിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ ആ ബ്ലാക്ക് ഇമേജ് വീഡിയോയുടെ താഴേക്കാണ് നീക്കി കൊടുത്താൽ നിങ്ങൾക്ക് അതിന് താഴ്ഭാഗത്തേക്ക് നിങ്ങൾക്ക് ചെറിയൊരു ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡ് എഫക്റ്റ് അവിടെ കിട്ടും. അപ്പോൾ ഇനി അടുത്ത് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇതിലേക്ക് ചെറിയൊരു വൈറ്റ് ആയിട്ട് ഗ്ലോ എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ താഴത്തെ ടൂൾ ബോക്സിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിക്കാൻ നിങ്ങളുടെ ഫ്ലാഷ് വൈബ്രേഷൻ എന്നൊരു എഫക്റ്റ് ഉണ്ടാവും. ആ ഒരു എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ലെയർ നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഫുൾ ആക്കി കൊടുക്കുക. അതിന് ഏറ്റവും താഴായിട്ട് പിന്നെ നിങ്ങൾക്ക് കാണാം ഒരു സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ, അത് നിങ്ങൾ ഫുൾ ആക്കി മൈനസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ റേഞ്ചും ഇന്റൻസിറ്റി നിങ്ങളുടെ വീഡിയോക്ക് ബേസ് ആയിട്ട് നിങ്ങൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഗ്ലോ നിങ്ങളുടെ വീഡിയോക്ക് എത്ര വേണം അതിനനുസരിച്ച് അവിടെ സെറ്റ് ആവും. അപ്പോൾ ഈ ഒരു ഗ്ലോ എഫക്റ്റും കൂടി നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള റീലിന്റെ ഒരു എഡിറ്റിംഗിന്റെ ഫിനിഷിംഗ് ആവാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്തെടുക്കാൻ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് വീഡിയോയിലേക്ക് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനായി ട്യൂട്ടോറിയൽസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തിട്ട് കൂടാതെ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.